നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വിശിഷ്ടാതിഥി ടൈം മീഡിയയ്ക്കുണ്ട്. എല്ലാവിധ പ്രണയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അതേക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്തെ ഉമ്മറപ്പടിയിലേക്ക് ഒരു ചാരുകസേര സ്വന്തമായി വലിച്ചിട്ടിരുന്ന് എഴുത്തു തുടങ്ങിയ ശ്രീമതി KR മീരയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഒപ്പം എൻ്റെ ബാല്യകാല സുഹൃത്തും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി പീയൂഷ് ആൻ്റണി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ശ്രീമതി KR മീരയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മീര, വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. വളരെ സന്തോഷമുള്ളൊരു ദിനമാണിത്. ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് തന്നെ ലോകം മുഴുവനുള്ള ആൾക്കാരിലും പ്രണയത്തിൻ്റെ വസന്തം വിരിയുന്ന ഒരു മാസമായിട്ടാണ്. അപ്പോൾ മീര മലയാള ഭാഷയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന് ഒരു സമ്മാനമായി നൽകിയതാണ് ഈ പ്രണയകഥ. വളരെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു പ്രണയം വായിക്കാൻ എനിക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ എല്ലാവർക്കും ലഭിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മീരയുടെ ഈ ഫെബ്രുവരിയുടെ സമ്മാനം കേരളം മലയാള ഭാഷ വളരെ നന്നായി ഏറ്റെടുത്തു എന്നുള്ള തെളിവാണ് 1.5 ദിവസം കൊണ്ട് തന്നെ 14-ാം തീയതി ഇറങ്ങിയ ഈ പുസ്തകം 1.5 ദിവസം കൊണ്ട് തന്നെ 5000 കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞത്. അഭിനന്ദനങ്ങൾ. മീരയോടൊപ്പം മീരയുടെ എല്ലാ വായനക്കാരോടും ഒപ്പം ഈ സന്തോഷം പങ്കിടുന്നു. ക്രൈം മീഡിയ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ടില്ലാത്തവർ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. മലയാള പ്രസാധക ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡാണിത്. 1.5 ദിവസം കൊണ്ട് 5000 കോപ്പികൾ വിറ്റഴിക്കപ്പെടുക എന്നുള്ളത്. ആ സന്തോഷത്തിൽ തന്നെ പറയട്ടെ, എല്ലാവിധ പ്രണയവും ഈ പുസ്തകം ഈ ഫെബ്രുവരി 2025 എഴുതാൻ എന്തായിരിക്കാം ഒരു പ്രചോദനം? എഴുത്ത് രാഷ്ട്രീയമാണെന്നും രാഷ്ട്രീയമില്ലാതെ എഴുത്തില്ല എന്നും പറയുന്ന മീരയ്ക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എഴുത്തെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് അതൊരു പല രീതിയിലും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ലോകത്തേക്ക് കൊടുക്കുന്ന. എൻ്റെ ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതിനെ അനുകരിച്ച് കോപ്പി അടിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എഴുത്താണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ സന്ദേശം. അപ്പോൾ ഈ ഒരു പുസ്തകം, പുതിയതായിട്ടൊരു പുസ്തകം എഴുതുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ ഇതുവരെ എഴുതാത്ത ഒരു വിഷയത്തെപ്പറ്റി, നമ്മൾ മുന്നിൽ കാണാത്ത ഒരു ഓഡിയൻസിനെ മുന്നിൽ കണ്ട് ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചായിരുന്നു. അതിന് വലിയ മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതും ഒരു പരീക്ഷണമായിരുന്നു. എൻ്റെ വായനക്കാരന്മാരും വായനക്കാരികളും അടങ്ങുന്ന ഒരു വലിയ, അവരെങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. അതായിരുന്നു ഒന്ന്. 2, പ്രണയം ഒരു വലിയ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാലത്ത്. ഇത്രയും വയലൻസ്, ഇത്രയും എല്ലാ തരത്തിലും സ്ത്രീ വിരുദ്ധത, ദളിത് ന്യൂനപക്ഷ വിരുദ്ധത, ഏകാധിപത്യ പ്രവണത ഒക്കെ നിലകൊള്ളുന്ന ഒരു ഘട്ടത്തിൽ പ്രണയം എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. പ്രണയത്തിനൊരു മനസ്സിനെ സജ്ജമാക്കുക എന്നുള്ളത്. നമ്മൾ എത്ര സ്നേഹിക്കാൻ സജ്ജമാകുന്നു, എത്രത്തോളം കമ്പാനിയൻഷിപ്പ് അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ അവരുടെ സംഭാഷണത്തിൽ അത് വരുന്നുണ്ട്. മാർഗമാണോ ലക്ഷ്യമാണോ പ്രധാനം എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് ആദ്യമൊക്കെ ലക്ഷ്യമായിരുന്നു, പിന്നത് മാർഗമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുരുഷൻ പറയുന്നുണ്ട് കമ്പാനിയനാണ് അതുപോലെ പ്രധാനമാണെന്ന്. അതൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മളോടൊപ്പം വരുന്നത് ആര് എന്നുള്ളത് ഒരു വലിയ, നമ്മൾ കൂടെ കൂട്ടുന്നത് ആരെ, പൗരത്വം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം കൂടി ഇതിനുണ്ട്. അതിൻ്റെ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കറിയാനുള്ളത് ഇതിലെ ഭൂമിക, പ്രണയത്തിന് ഇതിലും യോജ്യമായൊരു ഭൂമിക ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ആ ഭഗീരഥി, ഹിമാലയ സാനുക്കൾ, അതിലെ പ്രണയത്തിന് തന്നെ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നുള്ള ഒരു അവസ്ഥ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എത്രയോ വാക്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ. പക്ഷെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ താല്പര്യപ്പെടുന്നവരുടെ ഒരു ക്യൂരിയോസിറ്റി കുറയ്ക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പറയാതിരിക്കുക. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭൂമിക, തുഷാർ, കപില എന്ന കഥാപാത്രങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പ്രണയത്തിന് ഒരു തീ പടർത്തുന്ന ഒരു അനുഭൂതി വായനക്കാരനുണ്ടാക്കുന്നത്?
എന്തായിരിക്കും അങ്ങനെ? അത് എന്തുകൊണ്ടാണ് അത് ഞാൻ സ്വീകരിച്ചതെന്നുള്ളത് ഓരോ വായനക്കാരിയും വായനക്കാരനും സ്വയം അന്വേഷിച്ചറിയേണ്ടതാണ്, അഥവാ സ്വയം അനുഭവിച്ചറിയേണ്ടതാണ്. അത് ആ ആസ്പെക്റ്റ് ഓഫ് വായന സ്വയം നിർവചിക്കണം. പക്ഷെ ഞാൻ ആ പശ്ചാത്തലം സ്വീകരിക്കാൻ എനിക്ക് പ്രധാനമായിട്ടൊരു കാരണമുണ്ട്. ആ ഒരു പശ്ചാത്തലം ഇതുവരെ മലയാള പ്രണയകഥകളിൽ വന്നിട്ട് എൻ്റെ അറിവിലില്ല. അതൊന്ന്. രണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രണയമെന്ന് പറയുന്നത് എല്ലാത്തരം ബന്ധങ്ങളും ഒരു തരം ആരോഹണവും അവരോഹണവും തന്നെയാണ്. അത് ഏത് വിധത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെയല്ല നമ്മൾ തിരിച്ചിടുന്നത്. പ്രണയത്തിൽ അകപ്പെടുന്ന ഒരാൾ പ്രണയിച്ച് കഴിയുമ്പോൾ മറ്റൊരാളായി മാറുന്നത് പോലെ മലമുകളിലേക്ക് പോകുന്ന ഒരാളും മറ്റൊരാളായിട്ടാണ് തിരിച്ചു വരുന്നത്. അതിൽ പ്രകൃതിയുടെയും അതിൽ എന്താണ് വൈകാരികമായ നമ്മുടെ പരിണാമത്തിൻ്റെയും ഒരംശമുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നത്. ഞാൻ വായിക്കാത്തൊരു വായനയാണ് മേരി ഇപ്പം എന്നോട് പറഞ്ഞത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കട്ടെ, ഇതിനകത്ത് ആദ്യം നമ്മുടെ മനസ്സിൽ തടയുന്നത് തന്നെ എല്ലാ സ്നേഹബന്ധങ്ങളും പ്രണയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഒരു മീര പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? നമ്മുടെ കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങളിൽ പ്രണയമുണ്ടോ, അല്ലെങ്കിൽ പ്രണയം നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ തുഷാർ കപില എന്ന ഈ കഥാനായകനും കഥാനായികയും ഈ പഴയ തലമുറയുടെ ഒരു അവസാനത്തെ കണ്ണിയാണോ, അതോ പുതിയ തലമുറയിൽ പ്രണയം തേടുന്നവരുടെ പ്രതിനിധികളാണോ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ വായനയിലൂടെ എൻ്റെ മനസ്സിലുണ്ടായത്. മീര എങ്ങനെയാണ് ആ കഥാപാത്രം? അത് നമ്മുടെ തലമുറയിലും നമുക്ക് പിന്നാലെ വന്ന തലമുറയിലും. അപ്പോൾ ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞ് ആദ്യ ദിവസം മുതൽ ഒരുപാട് വായനക്കാരന്മാർ എന്നെ ഫോണിലും ഫേസ്ബുക്കിലും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഇത് വാസ്തവത്തിൽ എൻ്റെ സ്വന്തം കഥയാണ്, ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇതിലെവിടെയോ ഒരിടത്ത് ഈ പ്രണയം എന്നതിൻ്റെ ഒരു സാർവലൗകികത, പ്രണയമെന്ന യാത്രയുടെ ഒരു അന്വേഷണ യാത്രയുടെ ഒരു എന്താണ് അനുഭവത്തിൻ്റെ അനുഭൂതിയുടെ ഒരു ആകർഷണം ഒക്കെ, ഒരു പ്രലോഭനം ഒക്കെ എല്ലാ തലമുറയിലും എല്ലാ മനുഷ്യരിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു കഥ പോലെ തന്നെ പ്രണയം പോലെ തന്നെ കഥയും മനുഷ്യരാശി ഉള്ളിടത്തോളം അവസാനിച്ച് പോവില്ല. അത് അവസാനിക്കുകയില്ലെന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ പ്രണയിക്കപ്പെടാനും പ്രണയിക്കാനുമുള്ള ആഗ്രഹമെന്നും തിരിച്ചറിയാൻ നമ്മളിപ്പോൾ പലപ്പോഴും മറന്നു പോകുന്നു, അല്ലെങ്കിൽ അത് ആ പാഠം പഠിപ്പിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. ഞാൻ ഈ പറഞ്ഞതിനകത്തൊന്ന് ഇടപെട്ടോട്ടെ. ഈ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു എബവ് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അമ്മ ഈ പുസ്തകത്തിലെ ചില വരികൾ വായിച്ച് വീഡിയോ എടുത്ത് 70 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവർക്ക് പ്രേമിച്ചൂടെ? അതൊരു ചോദ്യമാണ്. എനിക്കതിന് ഉത്തരം പറയാനുള്ള ഞാൻ അതിനിടയ്ക്ക് ഒരു കുസൃതിയായിട്ട് ചോദിക്കട്ടെ. നമ്മൾ രണ്ടുപേരും സമപ്രായക്കാരായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പ്രായത്തിൽ ഇത്രയും പ്രേമം ഉള്ളിക്കൊണ്ട് നടക്കാൻ മീരയ്ക്ക് കഴിഞ്ഞു എന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. മീരയുടെ പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് എനിക്ക് വളരെ താല്പര്യമുണ്ട്. കാരണം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ കെട്ടുപാടിൽ ഒരു പ്രായം കഴിഞ്ഞാൽ പ്രണയം നിഷിദ്ധമാണ്. സ്ത്രീക്കും പുരുഷനും നിഷിദ്ധമായൊരു കാര്യമാണ് പ്രണയം. അത് നമ്മുടെ ഒരു ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, മനുഷ്യനെ സ്നേഹിക്കാനുള്ള കഴിവ് എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊരു ധാർമ്മികതയായിട്ട് മാത്രമല്ല, ഇപ്പം നിയമപരമായിട്ടും അത് വളരെ ബന്ധപ്പെട്ട് കിടക്കുക. തോന്നുന്നത് പോലൊന്നും പ്രേമിക്കാൻ ഈ പ്രേമങ്ങളൊന്നും നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മീരയ്ക്ക് ഇങ്ങനെയൊരു പ്രണയകഥ, ഈ ഓരോ കഥ എഴുതുമ്പോഴും മീരയുടെ പുസ്തകങ്ങളിൽ കഥ എഴുതുക എന്ന് പറയുന്നത് അനുഭവിക്കാതെ ഒരിക്കലും ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പ്രണയം എഴുതുമ്പോൾ വായനക്കാരിലൊരു പ്രണയത്തെ പടർത്താൻ മീരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നറിയാം. വായനക്കാരിയായി ഞാനത് സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ മീര എങ്ങനെയാണ് ഈ പ്രണയത്തെ മറ്റുള്ളവർ പടർത്തും, ആ അനുഭവത്തിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം ഈ പ്രായത്തിലൊക്കെ ഈ വിധത്തിൽ പ്രേമിക്കാൻ പറ്റുമോ? പ്രേമം, നമ്മുടെ ഹോർമോണുകൾ ആ പ്രേമത്തെ സമ്മതിക്കുമോ? ആ പ്രേമത്തെക്കുറിച്ചുള്ള എങ്ങനെയാണോ മുൻകാലത്ത് നമ്മൾ പുസ്തകങ്ങൾ എഴുതിയിരുന്നപ്പോൾ അതൊരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അനുഭവമായിട്ട് മാറിയതുപോലെ ഇത് മാറുമോ എന്നൊക്കെ എനിക്കൊരു കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളൊന്നും ആവശ്യമില്ലാന്ന് ഈ പുസ്തകം എന്നെ തെളിയിച്ചു. എല്ലാ സംശയവും മാറി വായനക്കാരെ ഏറ്റെടുത്തു. അല്ല, എല്ലാ സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം മാറി. വായനക്കാരതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേ വരുന്നുള്ളൂ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം, ഏത് പുസ്തകമാണെങ്കിലും അതൊരു രാഷ്ട്രീയമാകുന്നത്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത് ആ പുസ്തകം നമ്മളെ കൂടുതൽ കണ്ടെത്താൻ, അതായത് എന്നെ തന്നെ കൂടുതൽ കണ്ടെത്താൻ ആ പുസ്തകം സഹായിക്കുമോ ഇല്ലയോ എന്നിടത്താണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ വെല്ലുവിളി. എഴുതുമ്പോൾ അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ഇതുവരെ അറിയാത്ത ഒരെന്നെ കണ്ടെത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ്. മാർട്ടിനുള്ളിൽ ഇനിയും പ്രണയിക്കാൻ വെമ്പുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വേണേ ഇത് വായിച്ചാൽ. ഞാനൊന്ന് വായിച്ചിട്ട് പറയാം. വായിച്ചാൽ മനസ്സിലാവില്ല, എഴുതി നോക്കിയാലേ മനസ്സിലാവും. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, കെയർ മീരയ്ക്ക് രാഷ്ട്രീയമുണ്ടോ? തീർച്ചയായിട്ടും. അതെൻ്റെ രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളത് എൻ്റെ പുസ്തകം വായിക്കുന്ന എല്ലാവർക്കും അറിയില്ലേ. ഞാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം നമ്മൾ പുറമേ കാണുന്ന ഞാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം പുറമേ കാണുന്നതല്ല. ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ പാർലമെൻ്ററി രാഷ്ട്രീയമോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഒരു സാമൂഹികമായ തലത്തിൽ മനുഷ്യ രാശിയെ മൊത്തമായി ഒരു സ്പീഷ്യസ് ആയിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ ചോദിച്ച രാഷ്ട്രീയം അതല്ല. നമ്മൾ ഈ കേരളത്തിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകളിൽ കണ്ടുവരുന്ന അധികാര രാഷ്ട്രീയമില്ലേ, അതിൻ്റെ ഭാഗമായി ചില എഴുത്തുകാർ മാറുന്നു എന്നത് കെയർ മീരയും സമ്മതിച്ചു തരാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇടതും വലതും മാറി മാറി ഭരിക്കുമ്പോൾ ഓരോ ഭരണകർത്താക്കളും വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ളവരെ സാഹിത്യ സഹകരണ സംഘം പോലെയൊക്കെയുള്ള വലിയ പ്രസ്ഥാനങ്ങളുടെ തലപ്പുറത്ത് പ്രതിഷ്ഠിക്കാറുണ്ട്. ഇതൊരു രാഷ്ട്രീയമല്ലേ? അത് എഴുത്തിൻ്റെ രാഷ്ട്രീയമല്ല, അത് രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയമാണ്. അത് ഭരണനിർവഹണമാണ്. അതിന് രാഷ്ട്രീയത്തിൻ്റെ ഉണ്ട്. രാഷ്ട്രീയം എന്നത് വളരെ വിശാലമായ അർത്ഥത്തിൽ, വളരെ വിപുലമായ ഒരർത്ഥത്തിൽ അത് തീർച്ചയായിട്ടും പവർ പൊളിറ്റിക്സിൻ്റെ ഉള്ളിലേക്ക് ചകയുന്നതും ആ പവർ എന്ന നോഷനെ ഇല്ലാതാക്കുന്നതുമാണ്. അല്ലാതെ അതിൻ്റെ ഭാഗമായി അതിനെ ശക്തിപ്പെടുത്തുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയത്തോട് പറഞ്ഞല്ലോ, ഈ തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയം അഥവാ ഗവൺമെൻറ് ഫോം ചെയ്യുന്ന രാഷ്ട്രീയം അതല്ല എൻ്റെ രാഷ്ട്രീയം. മറിച്ച് ആ ഫോം ചെയ്യുന്ന ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നയങ്ങൾ സംബന്ധിച്ച വളരെ വിശാലവും വളരെ ആഴമേറിയതുമായ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയമാണ് ഞാൻ എഴുത്തിലൂടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ല, ഞാൻ ചോദിച്ചോട്ടെ. കെയർ മീര എന്ന എഴുത്തുകാരി വായനക്കാരെ വല്ലാതെ ഭ്രമിപ്പിക്കുന്ന ഒരു എഴുത്തുകാരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കേണ്ട, എന്നെയും ഭ്രമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 2 പുസ്തകങ്ങൾ ഞാൻ ഓർക്കുന്നു. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, പിന്നെ യൂദാസിൻ്റെ സുവിശേഷം. ഇത് രണ്ടും ഞാൻ നോക്കിയപ്പോഴേക്ക് എനിക്ക് മനസ്സിലായത് ഇത് രണ്ടും ബൈബിളുമായിട്ട് ബിബ്ലിക്കലി എന്തോ കണക്റ്റഡ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഈ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ റെവലേഷൻ എന്ന് പറയുന്ന ബൈബിൾ പുസ്തകത്തിലൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ യൂദാസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു യൂദാസിനെ അറിയത്തുള്ളൂ, യേശുവിനെ ഒറ്റിക്കൊടുത്തൊരു യൂദാസ്. പക്ഷേ മറ്റൊരു യൂദാസ് ഉണ്ട്, യേശുവിൻ്റെ ഒരു ബ്രദറായിട്ട് വരുന്ന യൂദാസ്. അപ്പോൾ ഞാൻ ക്ഷമിക്കണം, ഈ 2 പുസ്തകവും എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയില്ല. അപ്പോൾ ഈ 2 പുസ്തകങ്ങളുടെയും ഈ തലക്കെട്ട് കണ്ടപ്പോൾ ഇത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നോ എന്നൊരു ചോദിക്കണമെന്ന് എനിക്കൊന്ന് തോന്നി. അതുകൊണ്ട് വായിക്കണം. ഞാൻ ഇടപെടാം. സൂര്യനെ അണിഞ്ഞ പെൺകുട്ടി, ഒരു സ്ത്രീ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അതിൽ ഉടനീളം ബൈബിളാണ്. ശരി. ബൈബിള് എനിക്കറിയില്ല, അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ മീര ബൈബിൾ ഒരു 20 പ്രാവശ്യമെങ്കിലും അതിലേക്ക് വരാനാണ് ഞാൻ ആ ചോദ്യം വന്നത്. ബൈബിൾ വായിക്കാത്ത ഒരാൾക്ക് ആ ഒരു സംഗതി, ബൈബിൾ വായിക്കാതെ മീര ബൈബിൾ വായിക്കുകയല്ല, ബൈബിൾ ഒരു 20 തവണയെങ്കിലും വായിക്കാതെ മീരയ്ക്ക് ആ പുസ്തകം എഴുതാൻ പറ്റില്ല. എത്ര തവണയെങ്കിലും മീര വായിച്ചു കാണും ബൈബിള്? ഒരുപാട് തവണ. പക്ഷെ അത് ഒരു പുസ്തകത്തിന് വേണ്ടിയുള്ളൊരു വായന മാത്രമായിരുന്നില്ല. പുസ്തകം എഴുതുമ്പോൾ ബൈബിളിൽ ഏതൊക്കെ സ്ഥലത്താണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എനിക്ക് ആവശ്യമുള്ള വചനങ്ങളെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം തുടക്കം മുതലേ ഞാൻ ചെറുകഥകളിലും ബൈബിളിൻ്റെ ഒരു സ്വാധീനം, ആ ഭാഷ എന്നെ ഭയങ്കരമായിട്ട് മോഹിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ചും ബൈബിളിൽ തന്നെ പല സഭകളുടെയും ഭാഷയ്ക്കൊരു ആഖ്യാനത്തിനൊരു വ്യത്യാസമുണ്ട്, അവർ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊരു വ്യത്യാസമുണ്ട്. അത് നമ്മളെ മലയാള ഭാഷയുടെ ഒരു ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഒരു പഴമയെക്കുറിച്ചും ആ കാലത്തെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പരോക്ഷമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അതൊരു വലിയ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേർഷനായിട്ട് തോന്നിയത് അതെന്ന് പറയാൻ പറ്റുമോ? ബൈബിളിലെല്ലാം കൃത്യമായി തോന്നി. അതായത് അതിൻ്റെ ഭാഷയോട് താതാമ്യം പ്രാപിച്ചു വരുന്ന ശുദ്ധമായ, അതായത് ഇപ്പോഴത്തെ പരിഷ്കൃതമായ മലയാള ഭാഷയോട് അടുത്ത് നിൽക്കുന്നത് KCBC പ്രസിദ്ധീകരിച്ച ബൈബിൾ. അതെ അതെ. പക്ഷെ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ഓർത്തഡോക്സ് സഭയുടെ പുസ്തകവും എനിക്ക് ഇഷ്ടമാണ്. സത്യവേദ പുസ്തകം ഓർത്തഡോക്സ് സഭക്കാർ മാത്രമല്ല, കാത്തലിക്സ് ഒഴികെ ബാക്കി എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്നത് ആ പുസ്തകം എനിക്കിഷ്ടമാണ്. കാരണം അതിൽ വാക്കുകളുടെ
നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഒരു പുതുമയേക്കാൾ അതിൻ്റെ ആ പഴയ ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പം ഞാൻ വിവാദ വാക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അത് ആ ഫീലെന്ന് തോന്നുന്നത് ആ ഭാഷയുടെ സൗന്ദര്യമല്ല, അതിനകത്ത് എന്തോ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തിയാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ ഇതിനെ എങ്ങനെ കാണും? അത് ഓരോ ആളിൻ്റെയും ഇഷ്ടമനുസരിച്ച് നിർവചിക്കാമെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. വാക്കിലെപ്പോഴും, ഭാഷയിലെപ്പോഴും ദൈവത്തിൻ്റെ അദൃശ്യമായൊരു ശക്തിയുണ്ട്. ഖുർആനിൽ പറയുന്നുണ്ട്, ദൈവം ആഗ്രഹിച്ചിരുന്നെങ്കിൽ, അല്ലാഹു ആഗ്രഹിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഒറ്റ സമുദായമായി നിലനിന്നേനെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ഭാഷയെ കാണുമായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഭാഷകൾ ഉണ്ടായതുപോലും ഒരു തരത്തിൽ മനുഷ്യർക്ക് പ്രാർത്ഥിക്കാനും അത് സമൂഹത്തെ ഒന്നിച്ചു നിർത്താനും ഒക്കെയുള്ള ഒരു ആവശ്യകതയായിട്ട് രൂപപ്പെട്ടപ്പോഴാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ സിനിമയിലേക്ക് വന്നാലേ, ഒരേ കടൽ എന്ന് പറയുന്ന സിനിമയുടെ എഴുത്തുകാരിയായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, വർഷങ്ങളായിരുന്നു. അത് കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന വിഷയമാണ്. അപ്പം സിനിമയിലേക്ക് കാണാതിരുന്നത് അതൊരു ഞങ്ങൾക്ക് സംഭവിച്ച നഷ്ടമല്ലേ എന്ന് ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെങ്ങനെ ഞാൻ അതിന് മറുപടി പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് സിനിമ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് മലയാളത്തിൽ സ്ത്രീകളായ തിരക്കഥാകൃത്തുക്കൾ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സിനിമ എഴുതണമെന്നും അത് ഒരു സ്ത്രീക്ക് സാധിക്കുന്ന ഒന്ന് തന്നെയാണ് തിരക്കഥാ രചന എന്ന് തെളിയിക്കണമെന്നും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. മീരയുടെ എഴുത്തുകളിലെല്ലാം ഗാന്ധി ഒരു വലിയ വികാരമായിട്ട് ജീവിതത്തിലും ഗാന്ധിജി ഒരു വലിയ വികാരമാണ്. എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആശയങ്ങളിലൊന്ന് ഗാന്ധിസം തന്നെയാണ്. അത് കുട്ടിക്കാലം മുതൽ അതിൻ്റെ ഒരു ഒഴിയാബാധയായി എൻ്റെ ജീവിതത്തിൽ ഗാന്ധിയൻ തത്വങ്ങൾ എന്നെ എപ്പോഴും, എന്നാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ പറ്റിയുള്ള കഥകളൊക്കെ കേട്ട് വലിയ ആവേശഭരിതയാകുന്ന കാലത്തും ഗാന്ധിയൻ സങ്കല്പങ്ങളാണ് ഇന്ത്യക്ക് ഏറ്റവും യോജിച്ചതെന്ന ഒരു ധാരണ എങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും രണ്ട് കാര്യങ്ങൾ, ഈ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാവുന്ന ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സംഗതിയും, ഗ്രാമങ്ങളിലേക്ക് പോവുക, അവിടെയാണ് ഇന്ത്യയുടെ ആത്മാവുള്ളത് എന്നുള്ള ഒരു സംഗതിയും, പിന്നെ രണ്ടാമത് ലളിതമായ ജീവിതമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നതും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട്, പക്ഷെ ഒരാളുടെ പോലും, അതായത് എല്ലാവർക്കും ആവശ്യമായതെല്ലാം പ്രകൃതിയിലുണ്ട്, പക്ഷെ ഒരാളുടെ പോലും ദുര തീർക്കാനുള്ളത് പ്രകൃതിയിലില്ല ദുര. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു തലിസ്മാൻ തരാം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും, അത് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് കുറച്ച് മുമ്പ് എഴുതിയതാണ്, ഞാൻ നിങ്ങൾക്കൊരു തലിസ്മാൻ തരാം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ദരിദ്രരിൽ ദരിദ്രരായ ഒരു ഇന്ത്യക്കാരിയുടെ മുഖം ഓർക്കുക, എന്നിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം എങ്ങനെയാണ് ആ ആളിനെ ബാധിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, ഇന്ത്യയുടെ ആത്മാവിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു രാഷ്ട്രതന്ത്രജ്ഞന് മാത്രമേ അത് ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ വേറൊരു കാര്യം, അത് അങ്ങനെയൊക്കെ ആയിരുന്നില്ല. പിന്നെ എനിക്ക് ഈ 7 ഡെഡ്ലി സിൻസ് ഗാന്ധിജി തന്ന അതൊക്കെ ആരാണ് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നത്? എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം അതാണ്. ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന വലിയ മതവർഗീയ ധ്രുവീകരണങ്ങളുടെയൊക്കെ കാരണങ്ങൾ അന്വേഷിച്ച് പോവുകയും, തുല്യ പൗരത്വം എന്നത് എന്നോ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും കിട്ടേണ്ട ഒരു മൗലിക അവകാശം പിന്നെയും തട്ടിമാറ്റാൻ പ്രേരണയായി, അല്ലെങ്കിൽ അതിന് കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഞാൻ പിന്നെയും ഗാന്ധിജിയിലേക്കും അംബേദ്കറിലേക്കും ചെന്നെത്തിയിരുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും ആധുനികമായ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ ആ കാലത്ത് തന്നെ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇത് ഗാന്ധിജിയുടെ നോൺ വയലൻസ് എന്ന ആശയത്തെ എന്ന് നമ്മൾ തള്ളിക്കളഞ്ഞോ, അഥവാ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അവസാനിപ്പിച്ചോ, അന്ന് മുതൽ ഈ ധ്രുവീകരണങ്ങളുടെ മതരാഷ്ട്രീയത്തിൻ്റെ, ഹിംസാത്മകമായൊരു രാഷ്ട്രീയത്തിൻ്റെ ശക്തിപ്പെടലിന് വഴിവെച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ഒരു വ്യക്തി എന്ന നിലയിൽ, ഇവിടെ 50 കൊല്ലം ജീവിച്ച ഒരു പൗരൻ എന്ന നിലയിൽ
എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാനത് അങ്ങനെ തന്നെ അല്ലേ എന്ന് പല തരത്തിൽ അത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാകുന്ന അതാണ്. നിങ്ങൾക്ക് ഗാന്ധിജിയുടെയും അംബേദ്കറിൻ്റെയും ഓർമ്മകൾ സജീവമാക്കി നിർത്താതെ ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലനിർത്താൻ സാധ്യമല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മീര, ഞാൻ കൂട്ടിച്ചേർക്കട്ടെ അതിനിടയ്ക്ക്. മീര ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരുപക്ഷെ ഇന്ത്യയിലെ പല യുവതികളും യുവാക്കളും കടന്നുപോയ ഒരു സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെന്ന് പറയാം. കാരണം ചെറുപ്പം എന്ന് പറയുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അവരൊക്കെയാണ് ഭയങ്കര നമ്മളെ വളരെ ആകർഷിക്കുന്ന വ്യക്തിത്വങ്ങൾ. അതിൽ നിന്ന് ഗാന്ധിയുടെ ഒരു ഫാനായി മാറുക എന്നുള്ളത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു എവല്യൂഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം കടന്നുപോയ വഴികളാണ്. പിന്നീട് ഒത്തിരി പേരോട് സംസാരിച്ചപ്പോൾ ഇതൊരു നമ്മുടെ ഒരു മാനസികവും ബൗദ്ധികവുമായ സാമൂഹികമായ ഒരു വികാസമാണ്. ഇവരിൽ നിന്നെല്ലാം ആകർഷിതരായി ഗാന്ധിയാണ് ശരിയെന്ന് തിരിച്ചറിയുന്നത്. ഗാന്ധി ആണ് ശരി എന്നുള്ളതിനപ്പുറം ഗാന്ധിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നിട്ട് അതിലേക്ക് സ്പോട്ട്ലൈറ്റ് മാറ്റിയിട്ട് ഗാന്ധിജി എന്താണ് ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ച ചില ഒരു വാല്യൂ സിസ്റ്റത്തെ പൂർണ്ണമായിട്ട് തമസ്കരിച്ച ഒരു സംഗതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് സ്ത്രീയുടെ അവകാശം, സ്ത്രീയുടെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പദവി, ഇതൊക്കെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങളുടെ പദവി, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പദവി, ഇതിനെല്ലാം ബാധിക്കാനുള്ള ഒരു കാരണമായി ഞാൻ കാണുന്നത് അതാണ്. എനിക്ക് എപ്പോഴും വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ അടുത്ത കാലത്ത് എസ്പെഷ്യലി ഘാതകൻ എഴുതിക്കൊണ്ടിരിക്കെ ഗാന്ധിജിയെ പറ്റി, ഘാതകൻ പൂർണ്ണമായിട്ടും നമ്മളൊക്കെ എങ്ങനെയാണ് ആ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ ഇവല്യൂഷൻ അനുഭവിച്ചറിഞ്ഞത് എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്നുണ്ടായതാണ്. ഘാതകനിൽ ഇങ്ങനെ ഗാന്ധി അന്തർലീനമായിട്ടുണ്ടല്ലോ. അതെ, അതെ. അത് ഇതാകുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഗാന്ധി സാഹിത്യം വായിക്കുകയും അന്നത്തെ പ്രസംഗങ്ങൾക്കെല്ലാം ഈ ഇതിലെ കോട്ട്സ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നതാണ്. പ്രസംഗത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ കോട്ട്സ് പഠിച്ചിരുന്നെങ്കിലും അക്കാലത്ത് തന്നെ ഇത് വായിക്കാൻ പറ്റിയെന്നുള്ളതും അതിൻ്റെ പേരിൽ ഗാന്ധിഗ്രാമിൽ പഠിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതും ഒക്കെയുള്ള ഒരു അങ്ങനെയൊക്കെ രൂപീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് എൻ്റെത്. എനിക്കതിലെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എന്താണ് നമ്മൾ ഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി, പഠിപ്പിക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി, ഓർമ്മിപ്പിക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ ഗാന്ധിജിയുടെ പിൻഗാമികൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കുത്തകാവകാശം പേറുന്ന രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നവർ തീർത്തും അലംഭാവത്തോടെ പെരുമാറുന്നു എന്നുള്ളതിനെ അത് വളരെ വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരു വശത്ത് ഈ തീവ്ര മത വർഗീയ ശക്തികൾ ഗാന്ധിജിയെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സ്പേസ് അത് തടഞ്ഞ് ഗാന്ധിജിയെ തിരികെ ഇന്ത്യയുടെ ഗാന്ധിജിയെ, ജനാധിപത്യത്തിൻ്റെ ഗാന്ധിജിയെ, അവസര സമത്വത്തിൻ്റെ ഗാന്ധിജിയെ തിരിച്ചെടുക്കുക, അങ്ങനെ പ്രതിഷ്ഠിക്കാൻ കഴിയും. അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് കാലത്തോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിട്ട് തന്നെ ഞാൻ തീർച്ചയായും ഞാൻ ഇതിനോട് തന്നെ ചോദിക്കട്ടെ. ഇത്തരം വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ആക്രമണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതൊക്കെ ഒരു ആക്രമണത്തെ ഒരു സ്ത്രീ എന്ന നിലയിൽ നേരിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മളിത് എപ്പോഴും പരിശീലിപ്പിക്കപ്പെട്ടതാണല്ലോ. അതെ, ആക്രമണങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച 2-3 കാര്യങ്ങൾ പറയാം. ഒരു ശരാശരി ഇന്ത്യൻ പുരുഷന് ഒട്ടും ഒത്തുപോകാൻ കഴിയാത്ത, പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒന്ന് സ്ത്രീയുടെ ആഹ്ലാദമാണ്. ആ ആൾ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ആ ആളിന് ഒരു നിയന്ത്രണമില്ലാത്ത ഏതു തരം ആനന്ദങ്ങളും സ്ത്രീക്ക് നിഷേധിക്കണം എന്നുള്ളതാണ് ഒരു പൊതു. സന്തോഷവതിയായ സ്ത്രീകളെ സമൂഹത്തിന് ഇഷ്ടമല്ല. അവർ പേടിപ്പിക്കും. അവരെപ്പോഴും നിയന്ത്രണത്തിന് വിധേയരായിരിക്കണം, വിനയാന്വിതരായിരിക്കണം, ചിരിക്കാൻ പാടില്ല. അത് സന്തോഷം എന്ന് പറയുന്നത് ലിബറേഷനാണ്. സ്ത്രീ ലിബറേറ്റ് ചെയ്യപ്പെട്ടാൽ, സ്ത്രീയുടെ ആത്മബോധം ലിബറേറ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന ഈ കുടുംബം എന്ന് പറയുന്ന ഇന്നത്തെ രൂപത്തിലുള്ള സംവിധാനം നിലനിൽക്കില്ല. അതുകൊണ്ടായിരിക്കാം അത് ആ കുടുംബം എന്ന് പറയുന്ന ഇന്നത്തെ സംവിധാനത്തിൻ്റെ ഒരു വലിയ പോരായ്മ അതിൽ ജനാധിപത്യം തീരെയില്ല എന്നുള്ളതാണ്. അതിൽ മൗലികാവകാശങ്ങൾ തീരെയില്ല എന്നുള്ളത്. അത് ഞാൻ വരുന്നതിന് മുമ്പ് ഈ നിലപാടുകളും ആക്രമണവും അതിനെ എങ്ങനെയാണ് ഒരു വ്യക്തി പറയട്ടെ. അത് എനിക്കൊരു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് സക്സസ്ഫുള്ളായൊരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ ആർക്കും ആവശ്യമില്ല.
മുറിവേറ്റ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ വിനീത വിധേയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ മതി ആളുകൾക്ക്. എനിക്ക് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയിൽ ഒരു കോടതി മുറിയുടെ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. അതായത് ഒരു മുറിവേറ്റ സ്ത്രീയായിട്ടാണ് അവളെ അവിടെ പ്രതീക്ഷിച്ചത്. അതെ. പക്ഷെ ആ ജഡ്ജിക്ക് ആ മുറിവ് അവളിൽ പ്രത്യക്ഷമായി കാണാൻ പറ്റാതാകുമ്പോൾ ആ ജഡ്ജിയുടെ ഒരു ചോദ്യമുണ്ട്. ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് മനസ്സിൽ വന്നു. അതിൽ വളരെ വക്കീൽ പറയുന്ന ചില കാര്യങ്ങളില്ലേ, അതായത് നിങ്ങൾ വരുമ്പോൾ ഈ ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ മോഡേൺ ആണെന്ന് കോടതിക്ക് തോന്നാം, പിന്നെ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടെന്ന് തോന്നാം, പിന്നെ നിങ്ങൾക്ക് വിവാഹമോചനം വേണ്ടത് നിങ്ങൾക്കൊരു അമ്മയാകാൻ വേണ്ടിയാണെന്ന് പറയണം. അപ്പോൾ ഇത് 21-ാം നൂറ്റാണ്ടിലും ഒരു സ്ത്രീയുടെ സ്വത്വം എന്നത് എത്ര ഇടുങ്ങിയ കാര്യങ്ങളിലാണ് സമൂഹം അനുശാസിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം വരച്ചിടപ്പെട്ടതായിട്ടുള്ള കെട്ടുപാടിലാണ് ഇപ്പോഴും ചുറ്റിക്കറങ്ങുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തിരിച്ച് ഇത്രയും ആക്രമണം നേരിടുമ്പോൾ ഞാനതിനെ ആക്രമണമായിട്ട് കാണുന്നില്ല. കാരണം ഒന്നാമത് ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ളത്, ഒന്നാമത് ഇവരാക്രമിക്കുന്നത് വ്യക്തിപരമായിട്ട് എന്നെയല്ല. ഈ ആളുകൾ ആരും തന്നെ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരോ എന്നോട് അടുപ്പമുള്ളവരോ ഒന്നുമല്ല. അടുപ്പമുള്ളവരായിരുന്നെങ്കിൽ അവർക്ക് എന്നെ ആക്രമിക്കാൻ സാധ്യമല്ല. എന്നെ അടുത്തറിയുന്ന ഒരാൾക്കും എന്നെ ആക്രമിക്കാൻ സാധ്യമല്ല എന്ന് എനിക്ക് വളരെ കൃത്യമായ വളരെ ആത്മവിശ്വാസമുണ്ട്. രണ്ടാമത് ഈ ആളുകളൊക്കെ മുഖമില്ലാത്ത മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനെയാണ് ആക്രമിക്കുന്നതെന്നും ആരെയാണ് ആക്രമിക്കുന്നതെന്നും എന്തായിരിക്കും ഇതിൻ്റെ പരിണതിയെന്നും അറിയാൻ വയ്യാതെ പലരും വ്യക്തികൾ പോലുമല്ല, ഫേക്ക് ഐഡികളാണ്. അതുകൊണ്ട് ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ എനിക്ക് ആ തരത്തിലുള്ള ഒരു ആക്രമണവും എന്നെ ബാധിച്ചിട്ടേ ഇല്ല. അങ്ങനെ ബാധിക്കാനായിരുന്നെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം പൂർണ്ണാവത്തില്ലായിരുന്നു, ജോലിയിൽ തുടരാൻ സാധ്യമല്ലായിരുന്നു, എഴുത്തുകാരിയായിട്ട് നിലനിൽക്കാൻ സാധ്യമല്ലായിരുന്നു. പിന്നെ എനിക്ക് വളരെ നിർബന്ധമുണ്ട് ഞാൻ ജയിച്ചു തന്നെ നിൽക്കണം എന്ന്. അത് ഒരു രാഷ്ട്രീയമാണ്. അത് നിലപാടുകളിലുള്ള ഒരു വിശ്വാസമല്ലേ? എൻ്റെ നിലപാടുകൾ ശരിയാണെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന, എന്നെപ്പോലെ സ്വതന്ത്രരായിട്ടും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കൾ എന്നെ ഉറ്റുനോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എനിക്ക് ജയിച്ചേ പറ്റൂ. അതൊരു വലിയ ഉത്തരവാദിത്വമല്ലേ മീര? വലിയൊരു ഉത്തരവാദിത്തമാണ് അത്. എന്നോടാരും പറഞ്ഞിട്ടല്ല അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു വ്യക്തി എന്ന നിലയിലും, കാരണം ഒരു സ്ത്രീ ചിരിക്കുമ്പോൾ, ഒരു സ്ത്രീ ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ, ഒരു സ്ത്രീ വിജയിയാകുമ്പോൾ അത് എല്ലാ സ്ത്രീകൾക്കും അതിൻ്റെ ഒരു പങ്കുണ്ട്. നമ്മൾ ഒന്നിച്ചോടുന്ന ഒരു വല മുറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്നിച്ച് പറക്കുക എന്ന് കുട്ടിക്കാലത്ത് പഠിച്ച കഥയാണ്. അതുപോലെയാണ്. അപ്പം ഇത് പറയുമ്പോൾ ഞാൻ അത് വളരെ താല്പര്യത്തോടെ ഞാൻ ചോദിക്കുകയാണ്, മാർട്ടിനും കൂടെ ഇതിനകത്ത് പങ്കുചേരാൻ. ഏറ്റവും സങ്കടം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നമ്മൾ സ്ത്രീപക്ഷം പറയുമ്പം നമ്മുടെ സ്വൈര്യ ജീവിതത്തെ, സ്വകാര്യ ജീവിതത്തെ ഒക്കെ ബാധിക്കും. അത് നിരന്തരം സ്ത്രീപക്ഷം, ദളിത് പക്ഷം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം പറയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പല രീതിയിലും നമ്മളെ ബാധിച്ചിരിക്കും. അതിലേറ്റവും എനിക്ക് സങ്കടം തോന്നുന്നത്, ഈ സ്ത്രീപക്ഷം പറയുമ്പോൾ പല സ്ത്രീകൾ പോലും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് എന്നെ വേദനിപ്പിക്കാറുണ്ട്. മീരി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാനത് എപ്പോഴും വിചാരിക്കുന്ന ഒറ്റ ഉപമ കൊണ്ടാണ്. അതായത് മരം വെട്ടുന്ന മഴു ഉണ്ടാക്കുന്ന മഴുവിൻ്റെ പിടി എപ്പോഴും തടി കൊണ്ട് തന്നെയാണ്, മരം കൊണ്ട് തന്നെയാണ്. അപ്പം ഇത് ഒരായുധമാണ്. സ്ത്രീയെ ആയുധമാക്കി തന്നെ മഴു ഉപയോഗിക്കാനുള്ള ഈ പവർ സ്ട്രക്ചറിൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മളാ കാണുന്നത്. പിന്നെ നമുക്ക് പുരോഗമനവാദികളാകാതിരിക്കുന്നതിന് ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളെ കുറ്റം പറയാൻ അവകാശമില്ല. കാരണം പുരോഗമനവാദികൾ ജയിച്ച് കണ്ട എക്സാമ്പിൾസ് വളരെ കുറവാണ്. അവർക്ക് മുമ്പിൽ എത്ര ഉദാഹരണങ്ങളുണ്ട് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച സ്ത്രീകളുടെ. ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത സ്ത്രീകളുടെ കഥകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ 75 വർഷത്തെ ചരിത്രത്തിനിടയിൽ അതിനുള്ള എക്സാമ്പിൾസ് കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് ഒരു അണുകുടുംബത്തിലേക്ക് വരുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടി ജനാധിപത്യത്തെപ്പറ്റി സംസാരിക്കുന്നൊരു ഫാമിലിയിലേക്ക് വരുന്നു. സ്ത്രീ അവളുടെ നിലപാടുകളെപ്പറ്റി, അവളുടെ അവകാശങ്ങളെപ്പറ്റി, അവളുടെ ശരീരത്തിന് മേലുള്ള അവളുടെ ഏറ്റവും ആത്യന്തികമായ അവകാശത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നൊരു കാലം എത്തിയിട്ടേ ഉള്ളൂ.
ഞാൻ ഇതിനോട് ചോദിക്കട്ടെ, ഞാൻ ഈ സ്ത്രീകൾക്ക് പോലും അല്ലെ, സ്ത്രീകൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന സ്ത്രീപക്ഷം എന്ന് പറയുമ്പം ഹിന്ദിയിലൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ഒരു കിണറ്റിൽ നിന്നല്ലേ നമ്മൾ വെള്ളം കോരി കുടിച്ചതെന്ന്. അതായത് ഈ വലിയൊരു പട്രിയാർക്കി എന്നുള്ള കിണറ്റിൽ നിന്ന് എല്ലാവരും വെള്ളം കോരി കുടിച്ചു കഴിയുമ്പം ഇതിനകത്ത് പുരുഷനും സ്ത്രീയും എന്നുള്ള വ്യത്യാസമില്ലാതെ, സത്യത്തിൽ അങ്ങനത്തെ വ്യത്യാസം ഇല്ല. ഇത് രണ്ടും ഇരകളായി തീരുന്ന ഒരു സിസ്റ്റം മാത്രമാണ് സത്യം. ഇതിൽ മനുഷ്യർ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ സത്യത്തിൽ അതിൽ നിസ്സഹായരാണ്. അത് ഞാൻ ചോദിക്കട്ടെ, മീര എപ്പോഴും പറയാണ് സ്ത്രീ എന്നും പുരുഷനെന്നും മീര പറയുമ്പോൾ എപ്പോഴും സ്ത്രീ ഒരു അവസ്ഥയാണ്, പുരുഷനൊരു അധികാരത്തിൻ്റെ പ്രതീകം. അത് വ്യക്തികളാകുമ്പോൾ മനോഭാവമാണ്. ഒരു മനോഭാവം. സ്ത്രീ ഒരവസ്ഥയും പുരുഷൻ ഒരു മനോഭാവമാണ്. മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഒക്കെ ഇങ്ങനെ ആക്രമണങ്ങൾ വരുമ്പം പുരുഷന്മാരെല്ലാവരും അതാണ് സങ്കടം. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഏറ്റവും വലിയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും പലപ്പോഴും സ്ത്രീ വിരുദ്ധത എന്നതിൽ എന്താണെന്ന് അറിയില്ല. പലരും പറയുന്ന ഉത്തരം കേട്ടിട്ടില്ല, എനിക്ക് 2 പെൺമക്കളുണ്ട്, ഞാൻ എങ്ങനെയാ സ്ത്രീ വിരുദ്ധനാകുന്നത്? അതെ, പെൺമക്കൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ പിന്നെ കൊച്ചുമക്കൾ ഉണ്ടാവുക, അമ്മയുടെ മകനായിട്ട് പറക്കുക എന്നുള്ളതൊന്നും അല്ല. ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞാൽ സ്ത്രീയോടുള്ള ശത്രുത മാത്രമല്ല, നമ്മളിലും ശക്തി കുറഞ്ഞ, ബലം കുറഞ്ഞ മനുഷ്യരോട് ആകമാനമുള്ള ഒരു മനോഭാവത്തിൻ്റെ പേരാണ് സ്ത്രീ വിരുദ്ധത. അതിൻ്റെ ആ ഒരു സ്പെക്ട്രത്തിലെ ഒരു സംഗതി മാത്രമാണ് സ്ത്രീ വിരുദ്ധത. ഇപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യം, പോൾ മേസൺ എന്ന് പറയുന്ന സാമൂഹിക ശാസ്ത്രജ്ഞൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, ഹൗ ടു സ്റ്റോപ്പ് ഫാസിസം എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫാസിസം എങ്ങനെയാണ് നിലനിൽക്കുന്നത്. അത് സ്ത്രീ വിരുദ്ധത, ദളിത് വിരുദ്ധത, ന്യൂനപക്ഷ വിരുദ്ധത ഇങ്ങനെയുള്ള വെറുപ്പുകൾ ഉറപ്പിച്ചുകൊണ്ടാണ്. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? സ്ത്രീയിൽ നിന്നാണ്, സ്ത്രീയോടുള്ള വിരുദ്ധതയിൽ നിന്നാണ്. കാരണം നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഇര സ്ത്രീയാണ്. ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഇര സ്ത്രീയാണ്. കുടുംബം സമൂഹത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ആയിരിക്കെ അവിടെ നിന്നാണ് നിങ്ങൾ ഈ എല്ലാത്തരം വെറുപ്പിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. സത്യത്തിൽ അത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ വലിയ കഥയൊക്കെ പറഞ്ഞ് സ്നേഹത്തിൻ്റെയും തുല്യതയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഒക്കെ വലിയ പാഠങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പിന്നെ സഹിക്കണം, അമ്മ അടുക്കളയിലാണ്, അമ്മയ്ക്ക് സമയമില്ല, അച്ഛൻ്റെ ഒരു വിളിപ്പാടകലെ എന്നും അമ്മയുണ്ടായിരുന്നു. അമ്മയെന്നൊരു വ്യക്തിത്വം അല്ലെങ്കിൽ മാധവക്കുട്ടിയുടെ കോലാടുകളാവുന്ന ഞാൻ ഇതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണ്. ഈ മീര എപ്പോഴും പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് സ്ത്രീ എന്നുള്ള ഒരു അവസ്ഥയും പുരുഷൻ എന്നുള്ളൊരു മനോഭാവമാണ്. ആ സ്ത്രീ എന്ന് പറയുന്നതിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളും വരും, ക്യൂർ വ്യക്തികളും അതിൽ വരുന്നുണ്ട്. കാരണം സ്ത്രീ എന്ന ഒരു പദം കൊണ്ട് ഈ നമ്മൾ സാർവത്രികമായ എല്ലാത്തരം സ്ത്രീ പുരുഷൻ ദ്വന്ദ്വം കൊണ്ട് എല്ലാത്തരം അവസ്ഥകളെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കുകയും നമുക്ക് മെറ്റഫേഴ്സായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതെ അതെ, പ്രിവിലേജ് ഉള്ളത്, പ്രിവിലേജ് ഇല്ലാത്തത് എന്ന അത് ഞാൻ എപ്പോഴും അത് വളരെ ഞാനത് വീണ്ടും വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇപ്പം പുരുഷന്മാർ എന്ന് പറയുമ്പോൾ, സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പം ഈ അവസ്ഥയും മനോഭാവവും അധികാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം പുരുഷ കമ്മീഷൻ, ഈ അടുത്തയിടെ പുരുഷ കമ്മീഷന് വേണ്ടി അതൊന്ന് ആലോചിച്ച് നോക്കൂ. മാറ്റേണ്ട അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, സകലമാന കമ്മീഷനുകളിലും ബോർഡുകളിലും എല്ലാം പുരുഷന്മാരാണ് ഉള്ളത്. വല്ല പിന്നെ എന്താണ് പേരിന് വല്ലതും വല്ല സ്ത്രീ ഉണ്ടായെങ്കിലായി, ഇല്ലെങ്കിലായി. എന്നാലും ഇനി സ്വന്തമായിട്ട് വേറൊരു കമ്മീഷനും കൂടെ വേണം എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടാൻ അവർക്ക് സാധിക്കുന്നതെന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചോ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രയമ്പിളിനെ കുറിച്ചോ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ അന്തസ്സത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ വളർന്ന് വന്ന് ജീവിച്ച് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് മാത്രമല്ലേ ഇത് പറയാൻ സാധിക്കൂ. തീർച്ചയായും. അതായത് നിങ്ങൾ എവിടെയാണ് എന്തുകൊണ്ടാണ് സ്ത്രീക്ക് അല്ലെങ്കിൽ ദളിതർക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം ജനാധിപത്യം ഒരുക്കേണ്ടത് എന്നുള്ളതിൻ്റെ അന്തസത്ത, അതിൻ്റെ ആന്തരാർത്ഥം, അതിൻ്റെ ആഴമേറിയ അർത്ഥം, അതിൻ്റെ എന്താണ് പറയുന്നത് ഏറ്റവും നോബിളായ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് എപ്പോഴും ഞാൻ വിചാരിക്കും, നമുക്ക് ഈ ഇംഗ്ലീഷിൽ ഈ റിഡക്ഷനിസം എന്ന് പറയില്ലേ, എൻ്റെ വീടിനടുത്ത് ഒരാൾ
ആ ഭാര്യ ഇങ്ങനെ ചെയ്തു, അല്ലെ ആ സ്ത്രീ അങ്ങനെ ആയതുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ എത്ര ബാലിശമായിട്ടാണ് അതിനെപ്പറ്റി തോന്നുന്നത്. പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇവരെ ശരിക്കും ഭരണഘടന എന്താണെന്ന് പഠിപ്പിക്കാൻ ഒരു കമ്മീഷൻ ആവശ്യമുണ്ട്. അതിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാൻ ആവശ്യമുണ്ട്. പുതിയ കാലത്തിനനുസരിച്ച് എങ്ങനെ മറ്റുള്ള മനുഷ്യരെ ഹാം ചെയ്യാതെ സ്വന്തമായിട്ട് വളരുകയും ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ ഒരു കമ്മീഷൻ ആവശ്യമുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ ഒരു കമ്മീഷൻ ആവശ്യമുണ്ട്. ഓഫ് കോഴ്സ് ഒരു മറ്റ് കമ്മീഷൻസ് ഒക്കെ ഉള്ളതുപോലെ വെൽഫെയർ, അതായത് വെൽഫെയർ എന്നൊന്ന് റീഡിഫൈൻ ചെയ്യപ്പെടണം മാർട്ടിൻ. അതായത് ഈ എനിക്കിട്ടാ അല്ല, പുരുഷനായിരിക്കുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, എല്ലാ പുരുഷന്മാരും നമ്മൾ ഈ പറയുന്ന ടോക്സിക് പുരുഷന്മാരല്ല. തീർച്ചയായിട്ടും അല്ല. അല്ല, ഞാൻ അങ്ങനെയല്ല. അല്ല മാർട്ടിൻ, ഞാൻ മാർട്ടിനെ കൊണ്ട് ഇതിൽ പങ്ക് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പുരുഷ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഞാനത് എത്ര ബാലിശമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന. ഇപ്പം ഞാനൊക്കെ പഠിച്ചപ്പോൾ കേരള മോഡൽ, 90കളിലെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആഗോളമായിട്ട് പഠിച്ച ഒരു സംഗതി. എവിടെയെങ്കിലും പുറത്തു പോയിട്ട് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അറിയില്ലെങ്കിലും അക്കാഡമിക്സിലുള്ള എല്ലാവർക്കും കേരള എന്ന് പറഞ്ഞാൽ അറിയാം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ഇപ്പം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇത്രയും കാലം ആക്രമിക്കപ്പെടുന്ന, അതിക്രമം നേരിടുന്ന സ്ത്രീയുടെ ബാധ്യതയായിരുന്നു അഭിമാനം. ആ അഭിമാനം തിരിച്ചങ്ങോട്ട് ആക്കിയപ്പോൾ അഭിമാനം കുറയുമെങ്കിൽ നിങ്ങൾക്കും കുറയും എന്നുള്ളത് അതിലേക്ക് വരുമ്പോൾ എനിക്ക് നേരിട്ട അതിക്രമത്തിൽ ഞാനല്ല കുറ്റവാളി എന്ന് ഉറച്ചു വിളിച്ച് പറയാൻ ഒരു സ്ത്രീക്ക് ധൈര്യം കിട്ടുമ്പോൾ അപ്പുറത്തെ വശത്ത് തോന്നുന്ന അതിഭയങ്കരമായ അധമബോധവും പരാജയബോധവും നിസ്സഹായതയും ഒക്കെയാണ് അവരെ ഒരു കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. ഇനി എത്ര കമ്മീഷൻ വന്നാലും എത്രത്തോളം സപ്പോർട്ട് കിട്ടിയാലും ഈ ആത്മവിശ്വാസം ഇല്ലായ്മ നികത്താൻ വളരെ പ്രയാസമാണ്. അത് നികത്തണമെങ്കിൽ ഈ പുരുഷന്മാർ ഇന്ന് നിലവിലുള്ള ഈ സ്ത്രീയെയും പുരുഷനെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും ഒക്കെ അടിച്ചമർത്തുന്ന ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഈ യാഥാസ്ഥിതിക സംവിധാനത്തിൽ നിന്ന് പുറത്തു വന്നേ